ഇന്ന് റിലീസ് ചെയ്ത രാമായണത്തിൻ്റെ ട്രെയിലർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് അതിനെപ്പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻസ് വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം തന്നെ ഈ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത് വെളുപ്പിനെ 4:15 അത് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ വെളുപ്പിനെ 3:30 മുതൽ 5:30 വരെ ബ്രഹ്മമുഹൂർത്തമാണ്. അങ്ങനെ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ടൈം നോക്കിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ട്രെയിലർ ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്കിത് മിക്സഡ് ഫീലിംഗ് ആണ് തോന്നിയത്. ബിക്കോസ് വളരെ ഗംഭീരമായിട്ടുള്ള വിഷ്വൽസും എന്നാൽ അതിനൊപ്പം തന്നെ വളരെ ആവറേജ് ആയിട്ടുള്ള വിഷ്വൽസും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടീസർ വന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ സ്ലോപ്പി വർക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും കരുതിയത് ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതാണ്. പക്ഷേ ഇതിൽ ബെറ്റർ ആയിട്ടുണ്ട്. എന്നാൽ അതേസമയം വിഷ്വലിയുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ ഇതിലും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവണൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഫൈറ്റ് സീൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് രാവണന് ജമ്പ് ചെയ്യുന്ന സീനുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ വയർ വർക്ക് നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ രാവണൻ്റെ ഈ ഷോട്ട് ഇത് വളരെ വെൽ സ്ട്രക്ചേർഡാണ്. അതുപോലെ പാലസൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. പക്ഷെ നേരെ രാവണൻ്റെ POVയിൽ വന്നു കഴിഞ്ഞാൽ അത് മൊത്തം മാറിയിട്ട് ആ ആളുകളെല്ലാം വളരെ CGI ഹെവി ആയിട്ടാണ് ഇരിക്കുന്നത്. ആളുകളായിട്ട് പോലും തോന്നത്തില്ല. അതുപോലെ ഈ ഷോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഫയറിൻ്റെ എലമെൻ്റൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നേരെ മറിച്ച് ദശരഥൻ ഹോമം ചെയ്യുമ്പോൾ ഉള്ള ആ ഹോമകുണ്ടത്തിൽ തീ നോക്കിക്കഴിഞ്ഞാൽ അത് നേരെ വിപരീതമായിട്ട് വളരെ CGI ആയിട്ടുള്ള ഫയറിൻ്റെ അത് ശരിക്കും ഫയറാണ് നമുക്ക് തോന്നേയില്ല. ഇനി അത് മാജിക്കൽ ഫയറാണ് കാണിക്കുന്നതെങ്കിൽ പോലും നമുക്ക് ശരിക്കും തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഫീലിംഗ് ഇല്ല. ഇനി ട്രെയിലറിൽ ത്രൂ ഔട്ട് എനിക്ക് തോന്നിയ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ വിഷ്വൽ ഇമേജിൻ്റെ ഇൻകൺസിസ്റ്റൻസി. അത് ചില വിഷ്വൽസ് വളരെ വെൽ സ്ട്രക്ചേർഡ് വെൽ മെയ്ഡുമാണ്, എന്നാൽ അതിന് തൊട്ടടുത്ത് കാണിക്കുന്നത് ചിലപ്പോൾ വളരെ മോശമായിരിക്കും. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഷോട്ട് ലൈറ്റിങ്, കളർ ഗ്രേഡിങ് ഇതെല്ലാം ടോപ്പ് നോച്ചാണ്. എന്നാൽ എൻ്റെ തൊട്ടടുത്ത് കാണിക്കുന്ന ഈ ഷോട്ട് വളരെ CGI മാത്രം ചെയ്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ഡെപ്തോ ലൈറ്റിങ്ങിൻ്റെയോ കളർ ഗ്രേഡിങ്ങിൻ്റെയോ ഒന്നും ഇല്ല. ലൈറ്റിങ് ഈ ട്രെയിലറിൽ മൊത്തം പ്രശ്നമാണ്. അതായത് വളരെ മികച്ച ലൈറ്റിങ്ങുള്ള ഷോട്ടുകളുണ്ട്. അതേസമയം അത് കഴിഞ്ഞ് കാണിക്കുന്നതിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ പ്രോപ്സ് യൂസ് ചെയ്തിട്ടുള്ള സീൻസ് കണ്ടറിയാം വളരെ റിയലിസ്റ്റിക് ആയിട്ടും നല്ല ഡെപ്തുള്ളതായിട്ടും തോന്നുന്നുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഇത് പ്രോബ്ലം എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു സീനിൽ ഡിവിനിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പോളിഷ്ഡ് ആയിട്ടുള്ള ലുക്ക് ഓക്കെയാണ്. പക്ഷേ അതേസമയം ഈ ഒരു ഷോട്ടിൽ ഇത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് കൊടുക്കുമ്പോൾ ഇത് ഡേ ലൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഡേ ലൈറ്റിൻ്റെ ആ ഇത് ഫീൽ ചെയ്യത്തില്ല. മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാസ്റ്റിങ്ങും ബാക്കി പ്രോപ്സ് പ്രാക്ടിക്കൽ എഫക്ട്സ് എല്ലാം നല്ല ടോപ്പ് നോച്ച് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സിങ് അതിൽ തന്നെ രാവൺ ടോപ്പ് ടു ബോട്ടം വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴേ ഒരുപാട് കോൺട്രവേഴ്സി വന്നതാണ് രാമൻ്റെയും സീതയുടെയും കാസ്റ്റിംഗ്. രൺബീറിന് രാമൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ അത് ഓറ ഇല്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി രൺബീർ നല്ലൊരു ചോയ്സ് ആയിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ രാമൻ എന്ന് പറയുമ്പോൾ ആ മര്യാദ പുരുഷോത്തം എന്നുള്ളൊരു ഇമേജിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു കാംനെസ് പുള്ളിയുടെ മുഖത്തുണ്ട്. ഒട്ടും അഗ്രഷൻ ഒന്നും ഇല്ലാതെ വളരെ കാമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാവൺ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു റേജ് അല്ലെങ്കിൽ അഗ്രഷനൊക്കെ യാഷ് നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെയധികം കോൺട്രവേഴ്സി വന്ന ഒന്നാണ് സീതയുടെ കാസ്റ്റിംഗ്, സായി പല്ലവി. പക്ഷേ സായി പല്ലവി എനിക്കിത് കണ്ടപ്പോൾ നല്ലൊരു ചോയ്സ് ആയിട്ടാണ് തോന്നി. കാരണം എന്ന് പറയുമ്പോൾ സായി പല്ലവിക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ബ്യൂട്ടി അല്ല, വളരെ സ്യൂത്തിങ് ആയിട്ടുള്ള ഒരു കാമായിട്ടുള്ളൊരു ബ്യൂട്ടിയാണ് നമ്മൾ കാണുന്നത്. മുൻപ് ആദ്യ പുരുഷിൽ കൃതി സനോണൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള ഫേസ് ആണ്. പക്ഷേ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് സായി പല്ലവിയുടേത് വളരെ നമുക്കൊരു അടുത്ത് കാണുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ട് പരിചയമുള്ളൊരു ബ്യൂട്ടിഫുൾ ഫേസ് അങ്ങനെ തോന്നുള്ളൂ. സോ കാസ്റ്റിങ്, സെറ്റ് പീസുകൾ, ആർട്ട് ഇതെല്ലാം ടോപ്പ് നോച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഭീരമാണ് സൗണ്ട് ഡിസൈനും മ്യൂസിക്കും. അത് നമ്മൾ IMAX തിയേറ്ററിലാണ് കാണുന്നതെങ്കിൽ പുഷ്പവിമാനത്തിൻ്റെ ഒക്കെ ഒരു മെക്കാനിക്കൽ സൗണ്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് എനിക്ക് തോന്നിയ പ്രശ്നം ലൈറ്റിങ്ങിൻ്റെയും കളർ ഗ്രേഡിങ്ങിൻ്റെയും പിന്നെ CGI ഒക്കേഷനലി അല്ല CGI പലയിടത്തും വളരെ കാർട്ടൂണിഷായിട്ട് തോന്നി. പ്രത്യേകിച്ച് കുംഭകർണൻ്റെ ഈ സീക്വൻസ് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ പലതവണ ആലോചിച്ചു. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് സീതയെ ജസ്റ്റ് ഒരു ഡാംസലിൻ ഡിസ്ട്രസ് ആയി കാണിക്കാതെ സോഡൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫൈറ്ററായി കാണിച്ചിട്ടുള്ളത്. അതുപോലെ ടീസറിൽ കിട്ടിയ ബാക്ക്ലാഷ് കൊണ്ടായിരിക്കണം ഇതിലെ ഖര, ദൂഷണ എന്നീ രാക്ഷസന്മാരെയൊക്കെ ഇന്ത്യനൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ സ്വന്തം ശോഭനയുണ്ട്, ഷാജി പാപ്പനുണ്ട്, അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. സോ പേഴ്സണലി വളരെ ഗംഭീരമായിട്ടും എന്നാൽ അതേസമയം കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുമായിട്ടുള്ള ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഗ്രാൻഡിയർ മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു വലിയ സ്ക്രീൻ തന്നെ കാണണം. നമുക്ക് ഈ മൊബൈൽ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഫീല് കിട്ടണമെന്നില്ല. എന്തായാലും പടം ഇറങ്ങുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.